ഹലോ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ എന്തുണ്ട് വിശേഷം? വളരെ നല്ല രീതിയിൽ പോകുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പം ഇന്നത്തെ മാർക്കറ്റ് ഡേ കുറച്ച് എന്താ പറയുക, സെല്ലിംഗ് പ്രഷറൊക്കെ മാർക്കറ്റിലുണ്ടായിരുന്നു. പലരും ഇന്ന് ട്രേഡൊക്കെ എടുത്തിട്ടുണ്ടെന്ന്, വളരെ കെയർഫുള്ളായിട്ടാണ് എല്ലാവരും ട്രേഡുകൾ ഹോൾഡ് ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇപ്പോൾ ഒന്ന് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമ്മളിന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇന്നൊരു സെല്ലിംഗ് പ്രഷർ. ഇപ്പോൾ രാവിലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോ കാണുന്നവർക്കറിയാം. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇന്നൊരു സെല്ലിംഗ് പ്രഷറാണ് സാധ്യത. ആൻഡ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന സെല്ലിംഗ് സോൺ എന്ന് പറയുന്നത് 26,801 എന്നാണ്. ആൻഡ് മാർക്കറ്റിൽ എന്താ സംഭവിച്ചത് ഇന്ന്? ആ മാർക്കറ്റ് ആ ഏരിയ ടച്ച് ചെയ്യും മുന്നേ തന്നെ മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആയിട്ട് വന്ന് ഇന്നൊരു ഡിമാൻഡ് ഏരിയ ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് എവിടെയാണ് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ 25,800 എന്നുള്ള ഈ സോണിന് മുകളിലാണ് മാർക്കറ്റ് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത്. അതൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് സിംപ്ലി നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവുന്ന കാര്യം. ഇപ്പം എന്തായാലും നമ്മളൊരു പാനിക് ആവേണ്ട സിറ്റുവേഷൻ ഒന്നും മാർക്കറ്റിൽ നിലവിലില്ല. ഇതൊരു നോർമലായിട്ടുള്ള ഒരു പുൾ ബാക്ക് അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രഷർ മാത്രമാണ്. ആൻഡ് മാർക്കറ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ സ്റ്റേറ്റിലാണ്. 1 ഡേ ചാർട്ട് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഒരു കൺസോൾട്ടേഷൻ സ്റ്റേറ്റിലാണ് മാർക്കറ്റ് പൂർണ്ണമായി നിൽക്കുന്നത്. നിങ്ങൾക്കറിയാം, മോസ്റ്റ്ലി നിങ്ങൾക്ക് മനസ്സിലാക്കുക, മോസ്റ്റ്ലി ഒരു 6% മൂവിന് ശേഷമുള്ള ഒരു റെസ്റ്റിംഗ് ഫേസ് ആണ്, അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ ആണ് മാർക്കറ്റ് നിലവിൽ ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതിൽ നമ്മൾ കുറച്ച് എന്താ പറയുക, കെയർഫുൾ ആയിട്ട് ഇരിക്കുക എന്നതിനപ്പുറം ഒരു പാനിക് സിറ്റുവേഷൻ നിലവിലില്ല. ആൻഡ് ബാങ്ക് നിഫ്റ്റിയും കൂടെ നമുക്ക് നോക്കാം അല്ലേ. നിഫ്റ്റി ബാങ്ക് നമുക്ക് നോക്കാം. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് കൂടെ നോക്കുകയാണെങ്കിൽ കണ്ടോ, നിഫ്റ്റി ബാങ്കിൽ നമ്മൾ വരച്ചിരുന്ന സോണിന് താഴെ തന്നെയാണ്. 15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും അറിയാം. നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു ഏരിയ തന്നെയാണ് മാർക്കറ്റ്. ഈ ഒരു സോണ് കടന്നു കിട്ടില്ല. ഈ ഒരു സോണ് കടന്നാൽ നമുക്കൊരു ബുള്ളിഷ് മൊമെന്റത്തിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം. 58,400 മുകളിൽ ക്ലോസിംഗ് കിട്ടണം. ഈ ഒരു ഫുൾ സോണ് നമുക്ക് കണക്കാക്കാം. ഈ ഒരു സോണിന് മുകളിൽ ക്ലോസിംഗ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരു അപ്സൈഡ് മൊമെന്റമാണ് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഞാൻ അതുവരേക്കും കുറച്ച് കെയർഫുൾ ആയിട്ടിരിക്കും. എന്തായാലും പേടിക്കാൻ മാത്രമൊന്നുമില്ല. ജസ്റ്റ് ഒരു മാർക്കറ്റിന് അനിവാര്യമായ ഒരു സെൽ ഓഫ്. ടെക്നിക്കലി ഇതൊരു സപ്ലൈ സോണാണ്. ആ സപ്ലൈ സോൺ കടന്ന് കിട്ടുന്നവരേക്കുള്ള ഒരു ചെറിയൊരു പോസ് മാത്രമാണ് മാർക്കറ്റിൽ നടന്നത്. കാരണം നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് പരിശോധിച്ചാൽ കോൾ ഇന്ത്യ, ലാർസൺ, BEL, ഹിൻഡാൽകോ ആൻഡ് നെസ്ലെ ടോപ്പ് ഗെയിനേഴ്സിലുള്ള സ്റ്റോക്ക് ഇതൊക്കെയാണ്. ടോപ്പ് ലൂസേഴ്സ് എന്ന് പറയുമ്പോൾ ഇൻഡിഗോ, എയർടെൽ, HDFC ലൈഫ്, സിപ്ല ആൻഡ് ഡോക്ടർ റെഡ്ഡീസ്. അപ്പോൾ നമുക്ക് ടോപ്പ് ഗെയിനേഴ്സിൽ എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ളത് BEL ആണ്. അപ്പോൾ BEL ചാർട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. BEL ചാർട്ട് പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അറിയാം, നമ്മളിവിടെ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ് BEL. നമ്മൾ ഈ ഒരു താഴത്തെ ലെവലിൽ നിന്ന് BEL പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ BEL ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ബേസിക്കലി മനസ്സിലാവുന്ന കാര്യം, ഒരു സപ്പോർട്ട് റേഞ്ചിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. ഇപ്പോൾ ഈ ഒരു സോണില്ലേ, ഇപ്പം BEL ഈ ഒരു സോൺ 402 എന്ന ഈ സോണിന് മുകളിൽ ട്രേഡ് ചെയ്യുവാണെങ്കിൽ സേഫ് ആണ്. മറിച്ച് ഈ ഒരു 402 ഏരിയ ബ്രേക്ക് ചെയ്ത് വീണ്ടും താഴെ വരുവാണെങ്കിൽ മേ ബി ഒരു സെല്ലിംഗ് പ്രഷർ വരാം. ആൻഡ് BELൻ്റെ ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് വർക്ക് ചെയ്യുക 366 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാണും ഇത്രയും അപ്സൈഡിൽ നിന്ന് ഡിമാൻഡ് ഏരിയയിലേക്ക് വീണ്ടും വരാൻ സാധ്യതയുണ്ടോ? മാർക്കറ്റിൽ എല്ലാ കാര്യങ്ങളും പോസിബിൾ ആണ്. മേ ബി ഡിമാൻഡ് ഏരിയയിലേക്ക് വരാം, ഡിമാൻഡ് ഏരിയ വന്നിട്ട് തിരിച്ചു കയറാം. എനിവേ ഇപ്പം നിലവിൽ സ്ട്രക്ചറലി നൈസായിട്ട് നിൽക്കുകയാണ്. ആൻഡ് ഈ ഒരു സപ്പോർട്ട്, ഈ ഒരു മൈനർ സപ്പോർട്ടിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതായത് സൈക്കോളജിക്കൽ സപ്പോർട്ടായിട്ട് നമുക്ക് കണക്കാക്കാം. 400 റേഞ്ച് ആണല്ലേ. ഈ ഒരു 400 റേഞ്ച് ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടായിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് BEL എന്ന സ്റ്റോക്കിൽ. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഒരു അപ്സൈഡ് മൊമെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ, ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ. ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഏതെങ്കിലും സ്റ്റോക്സിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം. അപ്പോൾ ആ കമൻറ്റ് ബോക്സിൽ ഇടുന്ന സ്റ്റോക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. എൻ്റെ കുറച്ച് സ്റ്റോക്സ് ഞാൻ എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അതിലൊന്ന് MSTC എന്നുള്ള സ്റ്റോക്കാണ്. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ അറിയാം, MSTC എന്ന സ്റ്റോക്ക് ഒരു സപ്ലൈ സോണിൽ നിൽക്കുകയാണ്. MSTC കുറച്ചധികം ദിവസമായിട്ട് ഈ ഒരു ഏരിയ 550 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമം MSTC എന്ന് പറഞ്ഞ സ്റ്റോക്ക് നോക്കുകയാണ്. എല്ലാവരും വാച്ച് ചെയ്യുക. MSTC 550 റേഞ്ച് ബ്രേക്ക് ചെയ്യുമോ ഇല്ല എന്നുള്ളൊരു കാര്യം എല്ലാവരും ഒന്ന് സ്റ്റഡി ചെയ്യുക. ഇതിൻ്റെ പ്രൈസ് ആക്ഷൻ പഠിച്ച ശേഷം നിങ്ങൾക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാം. മറിച്ച് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ അപ്ഡേറ്റുകൾ ഞാൻ തരുന്നതായിരിക്കും. MSTC പോലുള്ള സ്റ്റോക്കുകളിലെ ശേഷം ഞാൻ എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് RCF ആണ്. രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. RCF ഒരു ഡിമാൻഡ് ഏരിയ 140 എന്ന് പറയുന്ന ഒരു ഡിമാൻഡ് ഏരിയയിൽ നിന്നും സ്റ്റോക്ക് അപ്സൈഡ് പോകാനുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു മൈനർ സപ്ലൈ, ഒരു മൈനർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 153 to 155 റേഞ്ചാണ്. ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 7 to 8% മൂവ്മെൻറ്റ് നമുക്ക് RCFലും പ്രതീക്ഷിക്കാം. ഇതിൻ്റെയൊക്കെ പ്രൈസ് ആക്ഷൻ നിങ്ങൾ ബിഗിനർ ആണെങ്കിലും ഒരു പ്രോ ആയിട്ട് നിൽക്കുന്ന ആളാണെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് എപ്പോഴും മാർക്കറ്റിൽ ഓരോ കാര്യങ്ങളും നമ്മൾ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് ഞാൻ എല്ലായിടത്തും പറയും. അതായത് നമ്മൾ ഓരോ തവണയും ഓരോ സ്റ്റോക്സ് നമ്മൾ പോളിഷ് ചെയ്ത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അതാണ് ബെറ്റർ ആയിട്ടുള്ള ട്രേഡ് ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് തിലക് നഗർ ഇൻഡസ്ട്രീസ്. തിലക് നഗർ നല്ലൊരു ക്ലോസിംഗ് എന്ന് കിട്ടിയിട്ടുണ്ട്. മേ ബി ഒരു പോസിറ്റീവ് ക്ലോസിംഗ് എന്ന് പറയാം. ഇപ്പോൾ ഒരു 520 റേഞ്ച്, ഈ ഒരു റേഞ്ചിൽ മേ ബി ഒരു സപ്ലൈ അടിക്കാൻ സാധ്യതയുണ്ട്. ഒരു എന്താ പറയുക, ഒരു
ഒരു പ്രോപ്പർ സെല്ലിംഗ് ഏരിയ തന്നെയാണ് ഈ 560 എന്നുള്ള റേഞ്ച്. തിലക് നഗറിലെ പുതിയൊരു മൂവ്മെന്റിന് തുടക്കമാവണമെങ്കിൽ ഒരു 540 റേഞ്ചിന് മുകളിലെങ്കിലും ഒരു ക്ലോസിംഗ് കിട്ടിക്കഴിഞ്ഞാൽ തിലക് നഗറിലെ അടുത്ത ഒരു മൂവ്മെന്റത്തിനുള്ള സാധ്യതയുണ്ട്. സോ ഒരു തിലക് നഗറിലെ ഓവറോൾ സ്ട്രക്ചർ ആൻഡ് കഴിഞ്ഞ കുറച്ച് ദിവസത്തെ പ്രൈസ് ആക്ഷൻ നോക്കുമ്പോൾ നമുക്ക് തിലക് നഗറിൽ കുറച്ച് പോസിബിലിറ്റി ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഇനിയും ഉണ്ടെന്ന് എൻ്റെ ഒരു തോന്നൽ എനിക്കുണ്ട്. ഓക്കെ, ശേഷം എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ള വേറൊരു സ്റ്റോക്ക് ആനന്ദ് രതി ആൻഡ് ഷെയർ ആൻഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ലിമിറ്റഡ് എന്നുള്ള സ്റ്റോക്കാണ്, ARSSBL. അപ്പം ആനന്ദ് രതിയിൽ ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ആനന്ദ് രതിയുടെ ഒരു പുതിയ IPO സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ടാണ് ഞാൻ വാച്ച് ചെയ്യുന്നത്. സോ ആനന്ദ് രതിയുടെ ചെറിയൊരു കൺസോൾട്ടേഷനിലാണ്. ഈ കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്താൽ രണ്ട് സൈഡിലോട്ടുള്ള മൂവ്മെൻറ്റിന് പോസിബിലിറ്റി ഉണ്ട്. അപ്പം ആനന്ദ് രതി 509 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മേ ബി ഒരു 468 ടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. 530 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 580 റേഞ്ച് ടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ രണ്ട് സോണിലേക്കും മാർക്കറ്റിന് അഗ്രസീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റിനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ARSSBL നിങ്ങൾ വാച്ച് ചെയ്യുക. ഓക്കെ, സോ ഇപ്പോൾ ഇന്ന് ഇത്രയും സ്റ്റോക്സ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നാളത്തെ പ്രീ മാർക്കറ്റ് സെഷനിൽ കൂടുതൽ സ്റ്റോക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ചാർട്ട്സ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. നമുക്കത് നാളെ രാവിലെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.